ഡിവൈഎഫ്ഐക്കാർ പൊതിച്ചോറ് കൊടുക്കുന്നത് കണ്ട് അഭിനന്ദിച്ച നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം പറഞ്ഞു കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഇതൊക്കെ കണ്ടുപഠിക്കണമെന്ന്. രമേശ് ചെന്നിത്തലയെ അന്ന് കോൺഗ്രസ്സുകാരെ ഒന്നാകെ വളഞ്ഞിട്ട് ആക്രമിച്ചു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യുക്കാരെയും ഇങ്ങനെ നിങ്ങൾ അധിക്ഷേപിക്കണമോ? ഡിവൈഎഫ്ഐക്കാരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണമോ? അന്ന് ചെന്നിത്തലയെ പുറകെ നിന്ന് കുത്തിയ ആളുകൾ ഇന്ന് ഒന്ന് പഠിച്ചു. വയനാട് ക്യാമ്പിൽ പോയി പഠിച്ചു. വയനാട് ക്യാമ്പ് എന്ന് പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനത്തിനുള്ള ക്യാമ്പല്ല. അതിനു മുന്നേ കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ ക്യാമ്പിന് ശേഷമാണ് അവിടെ മഴ പെയ്തതും ഉരുൾ പൊട്ടിയതും. അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ആനുഷംഗികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എന്തു വന്നാലും ആ ക്യാമ്പിനെ തുടർന്ന് കെ എസ് യു കേഡർ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. വയനാട് കോൺഗ്രസിൻ്റെ ക്യാമ്പിനെ തുടർന്ന് കെ എസ് യുവിൽ വരുന്ന മാറ്റം കെ എസ് യു കേഡർ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. കേഡർ സ്വഭാവം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് യൂണിഫോം ഉണ്ടാകും. കെ എസ് യുവിന് യൂണിഫോം ഉണ്ടാകും. അവർ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. എന്നിട്ട് പറയുന്നുണ്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐക്കാരൊക്കെ ചെയ്യുന്നത് പോലെ എന്താണ് അന്നദാനം, അതുപോലെ രക്തദാനം തുടങ്ങിയ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും. ആദ്യം സ്റ്റേറ്റ് ലെവലിലായിരിക്കും, പിന്നീട് ജില്ലാതലത്തിൽ, പിന്നീട് ക്യാമ്പസ് തലത്തിൽ. അതാണ് കെ എസ് യുവിൻ്റെ ഒരു തുടക്കം. പിന്നെ പറയുന്നത് മുമ്പൊരു നേതാവ് ഉണ്ടായിരുന്നു, കെ എം അഭിജിത്ത്. അഭിജിത്ത് നല്ല നേതാവായിരുന്നു കെ എസ് യുവിൻ്റെ. നാട് നീളെ നടന്ന് അടികൊണ്ട് വല്ലാതെ അവശനായ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അഭിജിത്ത്. ഇത്തവണത്തെ അലോഷിക്ക്, അതായത് പുതിയ സംസ്ഥാന പ്രസിഡന്റിന് ആ പണി വയ്യ. സമരം ചെയ്യാനും വയ്യ, ഇനി നാട് നീളെ നടന്ന് ഓരോ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും വയ്യ. അതുകൊണ്ട് അങ്ങനെ ഒരു ശൈലി ആയിരിക്കില്ല കെ എസ് യുവിനെന്ന് പുതിയ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അങ്ങ് പ്രഖ്യാപിച്ചു. അലോഷ്യസിന്റെ ഇതെന്താണ്? ക്യാമ്പസുകൾക്കകത്ത് എന്ത് നടത്തും? ക്യാമ്പുകൾ നടത്തും. ആ ക്യാമ്പിന്റെ പേരെന്താണ്? ക്യാമ്പസ് ജോഡോ. അതിനും പേര് പോലും സ്വന്തമായിട്ടിടാൻ കെ എസ് യുവിന് കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. ഈ കേഡർ വരെ സി പി എമ്മിനെ അടിച്ചു മാറ്റിയതാണ്. എന്താണ്? കെ എസ് യു കേഡർ. സി പി എം കേഡർ സ്വഭാവം പോലെ കെ എസ് യു കേഡർ. അടുത്തെന്താണ്? സർവകലാശാല ക്യാമ്പുകളുടെ പേരെന്താണ്? സർവകലാശാല ജോഡോ, ക്യാമ്പസ് ജോഡോ. അതായത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പോലെ ഒരു ക്യാമ്പസ് ജോഡോ. ആദ്യം എം ജി സർവകലാശാലയിലാണ് ഈ സർവകലാശാല ജോഡോ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് എല്ലാ ശനിയാഴ്ചകളിലും ഏതെങ്കിലുമൊക്കെ ക്യാമ്പസുകളിൽ ഈ ജോഡോ നടത്തും. ഇങ്ങനെ നടത്തുന്നതിലൂടെ ക്യാമ്പസുകളിൽ വിജയം സുനിശ്ചിതമാക്കും. കഴിഞ്ഞ തവണ ഇലക്ഷന് ഒരു സർവകലാശാലയിൽ നേട്ടം കൊയ്തു എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ എന്താണ്, കുറേ അധികം കോളേജുകളിലും വോട്ട് നേടി വിജയിച്ചു, യൂണിയൻ പിടിക്കാൻ പറ്റിയെന്നും പറയുന്നു. ഇനി എസ് എഫ് ഐയുടെ ഈ സർവാധിപത്യം ഒഴിവാക്കി കെ എസ് യുവിന് കൂടി ആധിപത്യം ലഭിക്കണം, കോളേജുകളിൽ മേൽക്കൈ നേടാൻ കഴിയും ഇങ്ങനെ കേഡർ സ്വഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. പിന്നെ 10 പേരെ വിളിച്ചാൽ 100 പേരെത്തണം, ആ തരത്തിൽ മാറും. സാമൂഹിക പ്രവർത്തനത്തിന് 10 പേരെ വിളിച്ചാൽ 100 പേർ യൂണിഫോമൊക്കെ ഇട്ട്, കെ എസ് യു കൊടുക്കുന്ന യൂണിഫോമൊക്കെ ഇട്ട് ഓടിയെത്തുന്ന തരത്തിലായിരിക്കും ഈ കേഡർ സ്വഭാവമെന്നും നേതാക്കൾ ഇങ്ങനെ പറയുന്നു. പിന്നെ കലവറ ഇല്ലാതെ കെ പി സി സി അവരെ സഹായിക്കും. കലവറ ഇല്ലാതെ സഹായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു നെഗറ്റീവ് മീനിങ് ആണ്. കലവറ എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന, സമ്പത്തൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് കലവറ എന്ന് പറയുന്നത്. അതില്ലാതെ സഹായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കില്ല എന്നാണ് അതിൻ്റെ മീനിങ്, അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ മീനിങ്. പക്ഷേ ഇവരിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒത്തിരി സഹായിക്കുമെന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസ്സുകാരല്ലേ, ഭാഷാപരമായി ഇങ്ങനെ ചില അച്ചടക്കമില്ലായ്മയൊക്കെ ഉണ്ടാകും. കെ എസ് യുവിന് അതുകൊണ്ട് കലവറ ഇല്ലാതെ കെ പി സി സി സഹായിക്കും ഇത്തരം കാര്യങ്ങളിലെന്നും പറയുന്നുണ്ട്. ഏതായാലും കെ എസ് യുവിൻ്റെ കേഡർ സ്വഭാവത്തിൽ ആദ്യം സ്റ്റേറ്റ് കേഡർ, പിന്നെ ഡിസ്ട്രിക്ട് കേഡർ, അത് കഴിഞ്ഞ് ക്യാമ്പസ് കേഡർ, ഇതൊക്കെ സജ്ജമായി വരും. സജ്ജമായി വന്നിട്ട് ശ്രീ അലോഷ്യസ് സേവ്യർ എല്ലാ സ്ഥലത്തും ക്യാമ്പസ് ജോഡോ പരിപാടികൾ സംഘടിപ്പിച്ച് കഴിഞ്ഞ ഉടനെ കേരളത്തിൽ എന്താണ്, നീല പതാക എങ്ങും പാറിപ്പറക്കും. ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ കാലം കഴിയും എന്നൊക്കെയാണ് പറയുന്നത്. അതിന് അവർ പറയുന്നത് അതിന് ആശയ സംവാദം എല്ലാവരും നടക്കണമല്ലോ. അതിന് ആശയം എങ്ങും എത്തിക്കാൻ വേണ്ടി പണ്ട് എ കെ ആന്റണി നടത്തി പൂട്ടിപ്പോയ ഒരു മുഖപത്രമുണ്ട്, കലാശാല എന്ന് പറഞ്ഞിട്ട്. അറിയാമായിരിക്കും, പണ്ട് കാലത്തുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ അറിയാം കലാശാല. അത് പുറത്തിറക്കും. കലാശാല എന്ന് പറഞ്ഞ മുഖപത്രം പുറത്തിറക്കും. മുമ്പ് എ കെ ആന്റണി ഉണ്ടായിരുന്നപ്പോൾ അത് പുറത്തിറക്കിയിരുന്നു, റെഗുലറായിട്ട് ഇറക്കിയിരുന്നു. അത് പിന്നീട് നിന്നുപോയി. ഇനി അതിന് വരിസംഖ്യയും വാർഷിക വരിസംഖ്യയൊക്കെ പിരിച്ച് കലാശാല എന്ന പേരിൽ അത് പുറത്തിറക്കി
അവർ അതിന് ആശയ പ്രചരണവും നടത്തും. ഏതായാലും KSUവിൻ്റെ മുന്നോട്ട് പോക്ക് നല്ലതിനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഈ DYFIയുടെ പൊതിച്ചോറും ഈ രക്തദാനമൊക്കെ കണ്ട് അതിന് അസൂയ പൂണ്ടിട്ടാണ് ഈ ഒരു കേഡർ പരിപാടിയെങ്കിൽ 8 നിലയിൽ പൊട്ടാനേ സാധ്യതയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.